ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് റാഗിയാണേ. ഈ റാഗിയിൽ നല്ലോണം അഴുക്കുണ്ടാവും, അതുകൊണ്ട് 5-6 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട് 5 മിനിറ്റ് നേരം ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് വയ്ക്കാം. വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി ഇത് കുറച്ച് വലിപ്പമുള്ളൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്തിലേക്കോ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. നല്ല വെയിലൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ 2-3 മണിക്കൂർ മാത്രം മതിയാകും കേട്ടോ. ഇതായിപ്പോൾ നമ്മുടെ റാഗിയൊക്കെ നന്നായി തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. റാഗിപ്പൊടി തയ്യാറാക്കാനായിട്ടാണ് കേട്ടോ നമ്മളിത് ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് റാഗിപ്പൊടി തയ്യാറാക്കുവാണെങ്കിൽ ഇത് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും, പെട്ടെന്ന് കേടുവരില്ല. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. നമ്മളിത് എത്ര നന്നായിട്ട് പൊടിച്ചെടുത്താലും ചില സമയത്ത് കുഞ്ഞി തരികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് അരിച്ചിട്ട് കൂടെ എടുക്കണേ. നമ്മളിപ്പോൾ 1 കപ്പ് റാഗിയൊക്കെയാണ് എടുക്കണതെങ്കിൽ അതിൽ നിന്നും ഏകദേശം 1.25 കപ്പ് റാഗിപ്പൊടിയാണ് കേട്ടോ കിട്ടുക. ഇതിനിവിടെ ഇരിക്കട്ടെ. നമ്മളിവിടെ തയ്യാറാക്കുന്നത് റാഗി ചപ്പാത്തിയാണ്. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1.25 കപ്പ് വെള്ളവും പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളമൊക്കെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന റാഗിപ്പൊടിയിൽ നിന്നും 1 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോകല്ലേ. അതുപോലെ ഇങ്ങനെ റാഗിയൊക്കെ പൊടിച്ചെടുത്തിട്ട് ചപ്പാത്തി തയ്യാറാക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ കയ്യിൽ റാഗിപ്പൊടി ആയിട്ടാണ് ഉള്ളതെങ്കിൽ അതെടുത്തോളൂ. പക്ഷേ നമ്മൾ ഈ റാഗിയൊക്കെ നല്ലോണം കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് തയ്യാറാക്കണതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കണ റാഗിപ്പൊടി ആയിരിക്കും കേട്ടോ നമ്മുടെ ആരോഗ്യത്തിന് ഒന്നുകൂടെ നല്ലത്. നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോവാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയി കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാനായിട്ട് കുറച്ച് റാഗിപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഈ മാവിൽ നിന്നും നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കി എടുത്ത ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ സാധാ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കാറില്ലേ, അതുപോലെ തന്നെ ഇനി ഇത് നല്ല ചൂടായിട്ടുള്ള തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് നനച്ചെടുത്തിട്ടുള്ള വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാവേ. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. എല്ലാതും തന്നെ ഇതുപോലെ ചുട്ടെടുക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. അതുപോലെ കഴിക്കാനും നല്ലതാണ്. നമ്മളൊക്കെ കൂടുതലായിട്ടും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടല്ലേ ചപ്പാത്തി തയ്യാറാക്കുക. ഇനി അതിന് പകരമായിട്ട് റാഗിപ്പൊടി കൊണ്ടും ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി നോക്കണേ. ഇതാകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഒന്നുകൂടെ നല്ലതായിരിക്കുമല്ലോ. അതുപോലെ റാഗിപ്പൊടിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് അത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. ഇത് കുറേ നാളത്തേക്ക് കേടുവരില്ല. റാഗിപ്പൊടി കൊണ്ട് ചപ്പാത്തിയൊക്കെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്